ശ്രീ കെ വി സുമേഷ്, അങ്ങേക്ക് 10 മിനിറ്റ്. ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. സാർ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരിക്കലും ഒരു സംസ്ഥാനത്തോട് കാണിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം അപകടകരമായ ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കേരളം എന്നത് BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. മാത്രമല്ല, അവരേറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാവുന്നു എന്നത് അവർക്ക് വലിയ അസ്വസ്ഥതയും ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയമായി ഈ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് അത് കഴിയാതെ വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഉണ്ടാവുന്ന ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഇന്ത്യയിലെ BJP ഗവൺമെൻറ് ശ്രമിക്കുന്നതാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക മേഖലയുടെ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത്. കേരളം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ സർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്ന ജനങ്ങൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല ആ ഗവൺമെൻറ് അധികാരത്തിൽ തുടർന്നത് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നലെ വരെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്യാനുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത് ഇടതുപക്ഷത്തെക്കുറിച്ച് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങളും ഉണ്ടാക്കിയൊരു ചിത്രം ഉണ്ടായിരുന്നു. എന്നാൽ ആ ചിത്രത്തിന് വിരുദ്ധമായി കേരളമെന്ന നാടിനെ ഒരു മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ ആധുനിക വികസന സംവിധാനത്തിലേക്ക് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2016 മുതൽ നടത്തിയിട്ടുള്ള ഒരു വലിയ വികസന മുന്നേറ്റമുണ്ട്. അത് അടിസ്ഥാന വികസന മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം. നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ചുറ്റുപാട്, നാം ലോകത്തിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണത വെൽഫെയർ സ്റ്റേറ്റിൽ നിന്ന് വലതുപക്ഷ ഗവൺമെൻറ്റുകൾ വിഡ്രോ ചെയ്യുകയാണ്. അതൊരു പൗരൻ്റെ ഉത്തരവാദിത്വം മാത്രമായിട്ട് ചുരുക്കുകയാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നും മാറി പെൻഷൻ കൊടുക്കാൻ ഞങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെ അത് ഏറ്റവും ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ റെയിൽവേ യാത്ര ചെയ്യുന്ന പ്രായമുള്ളവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. ക്ഷേമാനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നു. അർഹതപ്പെട്ട പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലും എല്ലാ കേന്ദ്ര ജീവനക്കാരുടെ സംഘടനകളെ സമരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ? അവരെല്ലാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന അവകാശത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മുതലാളിത്ത നയങ്ങളുടെ ഭാഗമായിട്ട് വലതുപക്ഷ ആശയങ്ങളെ പിന്തുടരുന്ന ഗവൺമെന്റുകൾ വിഡ്രോ ചെയ്യുമ്പോൾ ഈ കേരളത്തിലുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ? കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഏതാണ്ട് 10-16ഓളം ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി, ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റായിട്ട് മാറി. ഇവിടെ വിഡ്രോ ചെയ്യുകയല്ല ചെയ്തത്. ആധുനിക വികസന കാഴ്ചപ്പാടിനെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമാവശ്യങ്ങളെയും സംരക്ഷിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റായിട്ട് നമ്മുടെ ഗവൺമെന്റ് മാറി. സർ, നവംബർ 1 കേരളം ഒരു ചരിത്രപ്രധാനമായ ഒരു പ്രഖ്യാപനത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. അത് 1957 EN ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരംഭിച്ച് 2025 ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ നാം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് മാറുന്നു എന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. എന്താണ് ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തത? ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളെടുത്താലും ഏത് വികസന കാര്യങ്ങൾ അവലോകനം ചെയ്താലും ചേരികളെ സൃഷ്ടിക്കലായിരുന്നില്ല, പാവപ്പെട്ട ജനങ്ങളെ അവരെ കൂടുതൽ ദരിദ്ര നാരായണന്മാരാക്കുന്നതായിരുന്നില്ല. സർ, ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുടെ മകൻ ഓട്ടോറിക്ഷക്കാരനായിട്ടല്ല വളർന്നത്. പാടത്ത് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ മകൻ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളിയായിട്ടല്ല മാറിയത്. അതാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരംഭിച്ച് 57 അടിത്തറയിട്ട ആ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളെ വിദ്യാഭ്യാസ, ആരോഗ്യ, ഭൂപരിഷ്കരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇവിടെ നല്ലതുപോലെ പഠിച്ച് ഏത് ശ്രേണിയിലും സർക്കാർ ജീവനക്കാരനാവാം, ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, സംരംഭകരാവാം, നല്ല വിദ്യാഭ്യാസത്തിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറി. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ എത്ര തവണയാണ് കേരളം ഭരിച്ചത്? നിങ്ങൾ ബഹുമാനപ്പെട്ട T സിദ്ദിഖാണ് പറഞ്ഞത്, നിങ്ങൾ 2 തവണ മാത്രമല്ലേ നിങ്ങൾ ഭരിച്ചിട്ടുള്ളൂ. നിങ്ങൾ 57 വന്നു, പിന്നീട് നിങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നു, കൂടുതൽ ഭരിച്ചത് ഞങ്ങളാണ്, ഞങ്ങളാണ് എന്നതല്ല. സർ, ഇടതുപക്ഷം കേരളത്തിൽ തറക്കല്ലിട്ട വികസന പാതയിൽ നിന്ന്
ഒരു പരിധിക്കപ്പുറം കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് പോവാൻ കഴിയാത്തത് ഇടതുപക്ഷം ഈ കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള അതിന്റെ വികസന അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ആ മാറ്റമാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. ഈ ലോകത്തിന് മാതൃകയായി ഇടതുപക്ഷ വികസന ബദൽ എന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നത് EMS മുതൽ പിണറായി വിജയൻ വരെ ഈ കേരളം ഭരിച്ച ഗവൺമെന്റുകൾ ഈ കേരളത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള ഇടതുപക്ഷ ഓൾട്ടർനേറ്റീവാണ് കേരളത്തിന്റെ വികസനം എന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ബദൽ വികസന കാഴ്ചപ്പാടും നമ്മൾ അവതരിപ്പിച്ചു. സർ, നാട്ടിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നാം സ്വീകരിച്ചത്. കേവലം വികസനം മാത്രമായിരുന്നില്ല, മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിത അന്തരീക്ഷം നാം ഉണ്ടാക്കി, മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക തല ഉണ്ടാക്കി, വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു. സാറ്, രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പൊ BJPയുടെ പ്രസിഡന്റായിട്ട് വന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ആഹ്ലാദം വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പ്രമോ, അതിന്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷം. ഒരു കാര്യം എന്താ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് വരികയാണ്. ഒരു പുതിയ തലത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങൾ വിഭാഗവും സ്വീകരിക്കുന്ന കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്. ആ ഇടതുപക്ഷ വിരുദ്ധത അവർ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ല, ഒരു പോസിറ്റീവായ വിമർശന രീതിയല്ല. കേരളത്തിലെ ബംഗാളിലെ ഗവൺമെന്റിന് ഒരു ഘട്ടത്തിൽ തകർത്തതുപോലെ ബംഗാളിലെ ഗവൺമെന്റിന് ഇല്ലാതിരുന്ന കുറ്റം ഉണ്ടായിരുന്നില്ല. SUCIക്കാര് ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരികയാണ്. വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്? SUCI കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. സാർ, ഈ നാട്ടിലെ ജന്മിമാരുടെ മുന്നിൽ, മാടമ്പിമാരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലുള്ള ഏത് തരത്തിലുള്ള ഭീകരമായ മർദ്ദനങ്ങളെ ഈ നാട്ടിലെ തൊഴിലാളികളെ, കൃഷിക്കാരനെ അവൻ ആടുമാടുകളെ പോലെ പണിയെടുപ്പിച്ച് അവന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നപ്പോ ചെമ്പതാകയുമായി ഒറ്റയ്ക്ക് ആ ജന്മി മാടമ്പിമാരുടെ അവരുടെ എല്ലാ അധികാരത്തെയും ഭീകരമായ മർദ്ദനങ്ങളെ അതിജീവിച്ചാണ് ഈ ചെങ്കൊടിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വളർന്നത്. ഒരു പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളും നിഷേധിക്കില്ല സാർ. എന്നാൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്താണ് സാർ? വർദ്ധിപ്പിക്കാത്തതാണോ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനമായിട്ടാണോ? എല്ലാ തൊഴിലാളികളുടെയും എല്ലാ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആശാ വർക്കർമാരെന്നത് നമ്മളെല്ലാം ആദരിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ സമൂഹത്തിലെ സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരെ ആദരിക്കാത്ത പഞ്ചായത്ത് ഏതാ ഉണ്ടാകുക? അവരെ ആദരിക്കാത്ത ജനപ്രതിനിധികൾ ആരാ ഉണ്ടാകുക? എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരം വെച്ച് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ തയ്യാറാവാതെ, അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലേക്ക് സ്കീം വർക്കർമാരുടെ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ നിങ്ങളും അധികാരത്തിൽ വരില്ലേ? നിങ്ങളും അധികാരത്തിൽ സ്വാഭാവികമായിട്ട് വരില്ലേ? സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഒരു സ്കീം വർക്കേഴ്സ് മാത്രമാണോ? നാളെ എല്ലാവരും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയല്ലേ വളരെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതൃത്വമാണ് അവരെല്ലാം. നാളെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ 40-60 നിന്ന് അവർ വിഡ്രോ ചെയ്ത് തുടങ്ങി. അവർ മെല്ലെ വിഡ്രോ ചെയ്യാണ്. ആ വിഡ്രോ ചെയ്താൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടക്കണ്ടായല്ലോ. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ 14ഓളം ദേശീയ പാർട്ടികൾ പങ്കെടുത്തു. മണ്ഡല പുനർനിർണയത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ BJP നടപ്പിലാക്കുന്നത് അപകടകരമായ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും സാമ്പത്തികമായ ഭാരം സംസ്ഥാനങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്ന നിലപാടിലേക്കുമാണ് അവർ പോകുന്നത്. ആ പോകുന്ന ഘട്ടത്തിൽ കേരളം പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്നത് കൊണ്ട് അവരുടെ തലയിൽ ഇരിക്കട്ടെ ഇതെല്ലാം എന്ന നിലയിൽ അങ്ങനെ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഗുണമാണോ എന്ന കാര്യം അവർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്.